ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളജ് തെറി എന്ന് പറഞ്ഞിട്ട് താഴെ ഒന്ന് തെറി വിളിക്കട്ടെ ചോദിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആൾറെഡി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീഡിന്റെ ടോക്ക് എക്കണോമിക്സ് വന്നു എന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം ടോക്കണാണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് ഞാൻ വീഡിയോ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോക്കൺ അലോക്കേഷൻ നിങ്ങൾക്ക് അവർ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുന്ന എൻ്റെ അടുത്ത് പറയാൻ പറ്റും. ആൾറെഡി നമ്മൾ മേജറിലും അതേപോലെ തന്നെ മീമിഫൈയിലും നമ്മുടെ എല്ലാ പ്രഡിക്ഷനും ശരിയായിട്ടുണ്ട്. അതിലെന്തായാലും വിജയിച്ച് നിൽക്കുന്നുണ്ട്. ഹാംസ്റ്ററിൽ മാത്രമാണ് വൻ ദുരന്തം. ടോക്കൺ പ്രഡിക്ഷൻ കൊണ്ടല്ല ദുരന്തം. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയത് പ്രോഫിറ്റ് വളരെ കുറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. അത് എന്നെ ഒരുപാട് ഏറി കയറ്റാൻ പറ്റുന്ന ഒന്നായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാ അനുഭവങ്ങളും വെച്ചിട്ടാണല്ലോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഒത്ര പ്രാവശ്യം തോൽക്കുന്നു, അത്ര പ്രാവശ്യം ട്രൈ ചെയ്യുന്നു, അത്ര പ്രാവശ്യം ഏതെങ്കിലും ഒരു ദിവസം വിജയിക്കുന്നതാണ്. അങ്ങനെ 2 വിജയമായിരുന്നു നമ്മുടെ മീമിഫൈവും അതേപോലെ തന്നെ നമ്മുടെ മേജർ ടോക്കൺ അലോക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, സീഡിൻ്റെ ടോക്കൺ എക്കണോമിക്സ് വന്നത് കാരണം സീഡിന് നിങ്ങളുടെ അക്കൗണ്ട് വെച്ചിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എത്രത്തോളം ടോക്കൺസ് ഉണ്ടെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. എല്ലാ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവങ്ങനെ ഇത് കാണിച്ചു തരുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇവന് കിട്ടിയത് എന്നുള്ള അറിഞ്ഞാലല്ലേ നിങ്ങൾ കയ്യിലൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം, ഈ സീഡിൻ്റെ ടോക്ക് എക്കണോമിക്സ് എന്താണ് എന്നുള്ളൊരു കാര്യം നോക്കാം. അതവർ പുറത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് 62% ഓഫ് ടോക്കൺ ആർക്കാണ് കിട്ടുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റിക്കാണ് കിട്ടുന്നത്, നമ്മുടെ യൂസേഴ്സിനാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ 62% എന്ന് പറഞ്ഞാൽ ടോട്ടൽ സപ്ലൈ സീറ്റ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 1 ബില്യൺ ടോക്കൺ ആണ്, ഇല്ലെങ്കിൽ 1 ബില്യൺ ടോക്കൺസ് ആണ് നമ്മൾക്ക് എല്ലാവർക്കും സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് തരാൻ പോകുന്നത്. അപ്പോൾ 1 ബില്യൺ ടോക്കൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രത്തോളം മില്യൺ യൂസേഴ്സ് ഉണ്ട്. 1 ബില്യൺ എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ ഇതിനൊരു വാല്യൂ കൂടാൻ പറ്റുന്ന ഒരു ടോക്കൺ സപ്ലൈ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അവർ കുറേ പേഴ്സൻറ്റേജ് ഇന്ന ആൾക്കാർക്ക് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5% അവർക്ക് തന്നെ സീറ്റ്സ് തന്നെയാണ്. പിന്നെ സ്ട്രാറ്റജി ഇൻവെസ്റ്റിന് 5%, ടീംസിന് ഒരു 8%, അഡ്വൈസറിന് ഒരു 8%, ലിക്വിഡിറ്റി ഒരു 5%, CX പൂൾ അങ്ങനെയുള്ള അതിനൊരു 3%, മാർക്കറ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഗ്രാൻഡ് അങ്ങനെയുള്ളവർക്ക് ഒരു 5%. അപ്പോൾ ഈ 62% ആണ് നമ്മൾ എന്താണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയത് നോക്കുക എന്ന് പറഞ്ഞാൽ ഈ 62% ആണ്. നമുക്ക് എത്രയാണ് കിട്ടുക, ഇന്ന പ്രൊജക്റ്റുകൾ ചെയ്തു, കുറേ ആൾക്കാർ കുറേ മാസമായിട്ട് പ്രൊജക്റ്റ് ചെയ്തു, കുറേ പേർക്ക് സീഡ്സ് നിന്നാണ് എന്തെങ്കിലും എനിക്കൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ 1 ബില്യൺ സീഡ്സ് ടോക്കൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ 62% എടുത്തു എന്ന് പറഞ്ഞാൽ 620 മില്യൺ ടോക്കൺസ് ആണ് ആർക്ക് തരാൻ പോകുന്നത്, നമ്മുടെ യൂസേഴ്സിന് കിട്ടാൻ പോകുന്നത്. അപ്പം ഇനി അടുത്തത് നമ്മൾ എന്താണ് നോക്കേണ്ടത്, നമുക്ക് എത്രത്തോളം യൂസേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ എത്രത്തോളം യൂസേഴ്സിനാണ് ഈ ഇത്രത്തോളം ടോക്കൺസ്, ഓരോ യൂസേഴ്സിനും എത്രത്തോളം ടോക്കൺസ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. കാൽക്കുലേഷൻ ഇത് ഞാൻ കുറേ എയും അങ്ങനെയുള്ള ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിയെന്നൊന്നും ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല. എല്ലാ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളും അവർ തരുന്ന ഡീറ്റെയിൽസും എല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാൽക്കുലേഷനാണ്. ഇങ്ങനെ തന്നെയാണ് മേജറിൻ്റെയും മീംഫൈൻ്റെയും എല്ലാ കാൽക്കുലേഷനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്തായാലും എനിക്ക് ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ട്. മേ ബി ഇത് ശരിയാവാം, ശരിയാവാതിരിക്കാം. ഡിസ്ക്ലൈമർ ഞാൻ പറയാം, ലാസ്റ്റ് കിട്ടുന്ന ടോക്കൺ നിങ്ങൾക്കിത് ശരിയായില്ല എന്ന് എന്നെ തെറ്റ് പറയേണ്ട. എന്താണെന്ന് പറഞ്ഞാൽ അവർ ഓരോ മൾട്ടിഫയർ അവരുടെ കമ്പനിൻ്റെ പ്രോഫിറ്റ് പോലെ മാറ്റാനും ഫ്യൂച്ചറിൽ സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ടോട്ടൽ ടോക്കൺ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ആയിരുന്നു. അതിൻ്റെ 62 മില്യൺ ടോക്കൺസ് ആണ് നമ്മുടെ 620 മില്യൺ ടോക്കൺസ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തരുന്നത്, അതായത് 62%. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ആപ്പ് എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. സീഡ് ബാലൻസ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, ഇൻവൈറ്റഡ് ഫ്രണ്ട്സ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, NFTs ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, അച്ചീവ്മെൻറ്റ് ബാച്ച് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, അതേപോലെ തന്നെ സ്റ്റാർ സ്റ്റോർസ്, സ്റ്റാറിൽ എത്രത്തോളം പർച്ചേസ് ചെയ്തോ അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. പക്ഷേ ഇതിലൊന്നും പറയാതെ നമ്മുടെ പേരിൽ നമ്മുടെ സീറ്റ് സിമ്പൽ വെക്കുന്നതും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അതൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ 18 മില്യൺ യൂസേഴ്സ്
ആണ് നമ്മുടെ സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 18 മില്യൺ യൂസേഴ്സും എലിജിബിൾ ആവോ? ഒരിക്കലും ഇല്ല. അതിൽ തന്നെ അതിൽ ബേണിംഗ് പ്രോസസ്സ് ഉണ്ടാവും, ബോട്ടൊക്കെ യൂസ് ചെയ്തിട്ട് അതിൽ കയറ്റുന്ന ആൾക്കാരുണ്ടാവും, അതങ്ങനെയുള്ള പല കള്ളത്തരങ്ങൾ ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിന്ന് റിമൂവ് ആവും. അപ്പോൾ ടോട്ടൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു 18 മില്യൺ യൂസേഴ്സ് നിന്ന് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ചെറിയ രീതിയിൽ കുറയ്ക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് അതിൽ അത്രത്തോളം പേരാണ് എലിജിബിൾ ആവുള്ളൂ എന്ന് നമുക്കൊരു വിശ്വാസം. എന്താന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രൊജക്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 25% ഓഫ് എന്താണ് ബോട്ട് ഇല്ലെങ്കിൽ 25% ഓഫ് ആൾക്കാർ ഇന്നെലിജിബിൾ ആയിട്ട് എടുത്തു. അപ്പം മൊത്തം 18 മില്യൺ ആണെങ്കിൽ നമുക്കിവിടെ എലിജിബിൾ ആയിട്ടുള്ള യൂസേഴ്സ് വരാൻ പോകുന്നത് ഒരു 13.5 മില്യൺ ആയിരിക്കാം. ഇത് മേ ബി കൂടാം, ഇത് ഒന്നില്ലെങ്കിൽ കുറയാം. അപ്പം അങ്ങനെ കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ പ്രഡിക്ഷൻ്റെ മാറ്റങ്ങൾ വരുന്ന നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും ലാസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഇന്നൊന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് മൊത്തം 620 മില്യൺ ടോക്കൺസ് ആണ് നമുക്കുള്ളത്. അത് മൊത്തം 13.5 മില്യൺ യൂസേഴ്സിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ 13.5 മില്യൺ യൂസേഴ്സിനും എത്രത്തോളം ടോക്കൺസ് കിട്ടും എന്ന് ഫസ്റ്റ് നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുക്കുക. ആ അക്കൗണ്ട് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ടോക്കൺ കിട്ടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 13.5 മില്യൺ എലിജിബിൾ യൂസേഴ്സിനും ഈത്ത് യൂസേഴ്സ് അപ്പോൾ ഒരു 620 മില്യൺ ടോക്കൺസ് 13.5 മില്യണിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടാൻ പോകുന്ന ടോക്കൺസ് എന്ന് പറഞ്ഞാൽ 45.93 സീ ടോക്കൺസ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ഈ 13.5 മില്യൺ ആൾക്കാർക്കും കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മൾ അടുത്തത് എന്താണ് ചിന്തിക്കേണ്ടത്, ഓരോ ആൾക്കാർക്കും അവൻ്റെ അക്കൗണ്ട് ബേസും അവൻ്റെ ആക്ടിവിറ്റീസ് ബേസും അവൻ്റെ NFT ബേസും എൻഗേജ്മെൻറ്റ് ബേസും ടോക്കൺസ് വേരി ആവാം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ്റെ അക്കൗണ്ട് ഞാൻ ഈ ഒരു ടോക്കണിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമുക്കിപ്പോൾ ആൾറെഡി ഞാൻ ഇവിടെ മൾട്ടിഫയർ എടുത്തു. ഈ 45 ടോക്കൺസ് എന്നുള്ളത് മൾട്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ആ മൾട്ടിഫയറിൻ്റെ കണക്കിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ടോക്കൺസ് തരുന്നത്. അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നതിന് ഓരോന്നിനും ഓരോ മൾട്ടിഫയർ ഉണ്ടാവും. ആ മൾട്ടിഫയറിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടുക. അപ്പം ഞാനിവിടെ നമ്മുടെ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് സീഡ് ബാലൻസിൻ്റെ മൾട്ടിഫയർ എന്ന് പറഞ്ഞാൽ 40% ആണ്. അതേപോലെ തന്നെ ഇൻവൈറ്റഡ് ഫ്രണ്ട്സ്, അത് ഏതൊരു പ്രൊജക്റ്റിലും ഇൻവൈറ്റഡ് ഫ്രണ്ട്സ് നിങ്ങൾ എന്താണ് വേണ്ട ഇങ്ങനെ ആവില്ല അങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇൻവൈറ്റഡ് ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് ഏറ്റവും അവൻ്റെ കമ്പനിക്ക് വളരാനുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടും ഇൻവൈറ്റഡ് ഫ്രണ്ട്സിന് നമ്മൾ കൂടുതലായിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് മൾട്ടിഫയർ കൊടുക്കണം. ഏതൊരു പ്രൊജക്റ്റിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുക. പിന്നെ അടുത്ത് കൊടുക്കാനുള്ളത് ഞാൻ NFT-യിലാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റിൽ ഒരു 10% കൊടുക്കുന്നുണ്ട്. സ്റ്റാർ സ്റ്റോഴ്സിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ 5% എക്സ്ട്രാ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഇതൊരു റിവേഴ്സ്ഡ് ആയിട്ട് വെക്കാം. ഓരോ അക്കൗണ്ട് ഇപ്പോൾ എൻ്റെ സീഡ്സ് 2000 ആണ് ഒന്നുള്ളതെന്ന് പറഞ്ഞാൽ ചിലവരിൻ്റെ അത് 15,000 ആണ്, ഏർലി യൂസേഴ്സിൻ്റെ അത് 10,000 ആണ്, ചിലവരിൻ്റെ അത് 8,000 ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും ഒരു മാക്സിമം ലെവൽ എടുത്ത് വെക്കണം. അപ്പോൾ സീഡ് ബാലൻസ് ഞാൻ മാക്സിമം ആയിട്ട് എടുത്ത് വെക്കുന്നത് ഇവിടെ 10,000 ആണ്. ഞാൻ എന്ത് ചെയ്യുന്നത് മാക്സിമം ആയിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നത്. അതേപോലെ തന്നെ ഇൻവൈറ്റഡ് ഫ്രണ്ട്സിന് എത്ര ഇൻവൈറ്റിനായിരിക്കും അവരൊരു മൾട്ടിഫയർ കൊടുക്കുക. ഞാനതൊരു മാക്സിമം ആയിട്ട് 100 ഇൻവൈറ്റഡ് ആണ് ഒന്നിൽ വെക്കുന്നത്. അതേപോലെ തന്നെ NFTs മാക്സിമം എത്ര ആണുള്ളത്, 1-2 NFTs ആണ് ടോട്ടലി, ഇല്ലെങ്കിൽ ഒരു NFTs ആണ് ടോട്ടലി സീ ടോക്കൺസ് ആയിട്ട് അവർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു NFT-യിൽ എത്രത്തോളം ഉണ്ടോ അത് ഒരു മൾട്ടിഫയർ വെക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ താഴോട്ട് വന്ന് പറഞ്ഞാൽ ഈ അച്ചീവ്മെൻറ്റ് ബാച്ച് നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് 4 അവിടെ കിടക്കുന്നുണ്ടാവും. അതിൽ ഒന്ന് എല്ലാവരും ചെയ്യാൻ പറ്റുന്നുണ്ടാവും, വേറെയൊക്കെ ബിനാൻസ് OKX അങ്ങനെ ആയിട്ടുള്ളതാണ് കിടക്കുന്നുണ്ടാവുക. പക്ഷേ അതിൽ 4 അച്ചീവ്മെൻറ്റ് പേജാണ് ടോട്ടലായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സ്റ്റാർ പർച്ചേസസ് ഓരോരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് പൈസ ഉള്ള പോലെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിനൊന്നും നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റില്ല. അതേ കണക്ക് തന്നെയാണ് ഈ സ്റ്റാർ പോയിന്റ്സും. അപ്പോൾ ഈ 2 കാര്യത്തിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് തീരുമാനമായിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ അക്കൗണ്ട് ഇവിടെ കമ്പയർ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് സീഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 2200 സീഡ് പോയിന്റ്സ് ആണ് എനിക്കുള്ളത്. മാക്സിമം ഞാൻ 10,000 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2200 സീഡ് പോയിന്റ്സ് എനിക്കുണ്ട്. ഇൻവൈറ്റഡ് ഫ്രണ്ട്സ് ഞാൻ ചെയ്തിട്ടുള്ളത് 70 പേരെയാണ്. അതേപോലെ തന്നെ NFTs ഞാൻ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും NFTs വാങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ബൈനാൻസ് ആയിക്കോട്ടെ OKX ആയിക്കോട്ടെ ആ ഒരു അച്ചീവ്മെൻറ്റ് കാർഡൊന്നും എടുക്കാതെ വെറും അതിൽ ആദ്യം വന്നിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് കാർഡ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റാർ സ്റ്റോഴ്സിൽ ഞാനൊരു 150 സ്റ്റാർസോളം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ എനിക്ക് അതിൽ നിന്നുള്ളൊരു സ്റ്റാർ ആ ഒരു വാല്യൂ തന്നെ വെക്കുന്നുള്ളൂ. നിങ്ങൾ എത്ര സ്റ്റാർസ് വെക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മൾട്ടിഫയർ വെച്ച് കണക്കാക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ എല്ലാ ടോട്ടലിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി എടുത്തിട്ട്
കൊടുത്തിട്ട് എനിക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് കിട്ടുക എന്നൊന്ന് പറഞ്ഞാൽ അവിടെ സീഡ് ബാലൻസ് അതിൻ്റെ മൾട്ടിഫയർ ആണ് വീണ്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ടോക്കൺ കിട്ടാൻ പോകുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ മൊത്തം 4622 സീഡ് ടോക്കൺസ് ആണ്. ഇതിൻ്റെ ഇടയിൽ കാണിച്ചിരിക്കുന്നത് മൊത്തം എന്താണ്, ഇതിൻ്റെ കാൽക്കുലേഷൻ ആണ്. നമ്മൾ ഒരു അസംഷൻ വെക്കുകയാണ് എത്രത്തോളം പോയിന്റ്സ് ആണ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തം ഈ മൾട്ടിഫയർ ഒക്കെ വെച്ച് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് കിട്ടാൻ പോകുന്ന ടോക്കൺസ് എന്ന് പറഞ്ഞാൽ 4622 ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന ടോക്കൺസ് ഞാൻ അപ്രോക്സിമേറ്റ്ലി പറഞ്ഞുതരാം. 3000 to 4000 അങ്ങനെയുള്ളൊരു ലെവലിലായിരിക്കും എനിക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, എനിക്ക് സീഡ് ടോക്കൺസ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്കൊരു മനസ്സിലാക്കലുണ്ട്. ഇത് 100% ശരിയായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. പക്ഷേ 99.9999% ഇത് ശരിയാവാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് താഴെ വന്നിട്ട് പറയേണ്ടത് എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം സീഡ് ബാലൻസ് ആണ് നിങ്ങൾക്കുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ഇൻവൈറ്റർ ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ എത്രത്തോളം NFT നിങ്ങൾ വാങ്ങി, അതേപോലെ തന്നെ എത്രത്തോളം അച്ചീവ്മെൻറ്റ് ബാച്ച് നിങ്ങൾ വാങ്ങി, അതേപോലെ തന്നെ എത്രത്തോളം സ്റ്റാർ പർച്ചേസ്, എത്രത്തോളം സ്റ്റാർസ് കൊടുത്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തു എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടും എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ വന്നിട്ട് പറഞ്ഞോ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആൾറെഡി ഈ കാൽക്കുലേഷൻ ഒക്കെ മനസ്സിലായ ആൾക്കാർ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ അവിടെ മൾട്ടിഫയർ ഇട്ടിട്ടുണ്ട്. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ചാർട്ടും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവും. ഇല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാവുന്നല്ല, കണ്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ടും മാറിക്കിട്ടും. അപ്പോൾ എനിക്കിവിടെ മൊത്തം ഞാനിവിടെ കണക്കാക്കാൻ പോകുന്നത് മാക്സിമം ഒരു 4622 സീഡ് ടോക്കൺസ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എവിടെയാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ബിനാൻസി തന്നെയാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ BNB ചെയിനെ പറ്റി അവർ കുറേ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ നെറ്റ്വർക്കിനെ കുറിച്ച് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ബിനാൻസിലാണ് ലിസ്റ്റ് ആവുക. അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ അത് എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കോയിൻ്റെ വാല്യൂ 1x നിന്ന് 2x ആവും, ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഈ കോയിന് വാല്യൂ കൂടാനുള്ള കാര്യങ്ങൾ എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു പ്രൊജക്റ്റാണ് സീഡ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എനിക്കിവിടെ എത്ര പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം കൂടി നോക്കണ്ടേ, അതാണല്ലോ നമ്മുടെ എപ്പോഴും ഒരു ഹൈലൈറ്റ്. അപ്പം 4622 സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ടോക്കൺ പ്രെഡിക്ഷൻ ഞാൻ വെക്കുകയാണ്. ഞാനിത് കോയിൻ കെ ഗ്യാപ്പറും ബിറ്റ്മി എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവിൻ്റെ റെഫറൻസ് എടുത്തിട്ട് ഞാൻ എൻ്റെ ടോക്കൺ ഇല്ലെങ്കിൽ ഒരു സീഡ് ടോക്കൺസിന് ഞാൻ പറയുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ $0.02 ആണ്. $0.02 ആണ് നമ്മളിവിടെ അപ്രോക്സിമേറ്റ്ലി വെക്കാൻ പോകുന്നത്. അപ്പോൾ $0.02 എന്ന് പറയുന്നത് ഇത്രത്തോളം ടോക്കൺസ് ആയിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ നേരെ ഞാനിവിടെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി എനിക്ക് കിട്ടാൻ പോകുന്നത് 4500 ഇല്ലെങ്കിൽ 4662 ഇല്ലെങ്കിൽ 3000 to 4000 ഉള്ളിലായിരിക്കും കിട്ടാൻ പോകാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനിവിടെ എന്തായാലും മാക്സിമം തന്നെ എടുക്കുകയാണ്. എന്നാലല്ലേ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടട്ടെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 4622 ഇൻറ്റു ഞാൻ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി ഞാനൊരു പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഇത്. ഞാൻ പല റെഫറൻസിൽ നിന്ന് എടുത്തിട്ടുള്ള വാല്യൂ ആണ്. 0.02 തന്നെയായിരിക്കും വരിക. എന്താ കാരണമെന്ന് പറഞ്ഞാൽ ബിനാൻസിലാണ് ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ 0.02 എന്നുള്ളൊരു വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ സീഡ്സ് എൻ്റെ അക്കൗണ്ട് ബേസ് എനിക്ക് കിട്ടാൻ പോകുന്നത് $92 ആണ്. $92. ഇതെന്തായാലും ഇത് തന്നെ കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല. മേ ബി ഇതിൻ്റെ വാല്യൂ എന്താണ് നല്ല രീതിയിൽ തന്നെ കുറയാം. ഒന്നാണെങ്കിൽ എനിക്ക് $46 കിട്ടുള്ളൂ. നമ്മളിതിൽ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പർട്ടിക്കുലർ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ ടോക്കൺ അലോക്കേഷനാണ്. വാല്യൂ നമുക്ക് പ്രീ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും. ഞാനിവിടെ പറയുന്നത് 0.02 വെച്ചിട്ട് തന്നെ കണക്കാക്കിയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ $92 ആണ് കിട്ടുക. അപ്രോക്സിമേറ്റ്ലി ഒരു 6500 രൂപ അല്ലെങ്കിൽ 7000 രൂപ. എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1000 രൂപയും കൂടി എടുത്തു എന്ന് പറഞ്ഞാൽ മൊത്തം ഇവിടെ എനിക്ക് $82 കിട്ടും. അപ്പോൾ അത്രത്തോളം ആയിരിക്കും ഒരു പ്രോഫിറ്റ് എനിക്ക് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുക എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നിങ്ങൾ എന്താണ് വന്ന് ചെയ്യേണ്ടത്, നിങ്ങളുടെ സീഡ് പോയിന്റ്സ്, ഇൻവൈറ്റർ ഫ്രണ്ട്സ്, NFT, അച്ചീവ്മെൻറ്റ് ബാഡ്ജ്, അതേപോലെ തന്നെ സ്റ്റാർ പർച്ചേസ് എത്രയാണെന്ന് നിങ്ങളോട് താഴെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതേപോലെ തന്നെ വേറെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മൂൺബെർഗിൽ ഇപ്പോൾ അവർ എന്ത്
എന്ത് പറഞ്ഞിട്ടുണ്ട്, റീസെൻ്റ്ലി അവരൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് ഡിസംബർ 24. അപ്പോൾ അതിലിപ്പോൾ കുറേ പേർക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഡിസംബർ 24 ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഈ 24 മുമ്പ് നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ എന്താണ് ജോയിൻ ചെയ്യണം. ഞാൻ മൂൺബർഗിൻ്റെ കാര്യങ്ങൾ ഞാൻ കണക്ട് ചെയ്യാൻ നോക്കി, എനിക്ക് അവിടെ എന്താണ് ട്വിറ്റർ കണക്ട് ചെയ്യുമ്പോൾ വെറുതെ ബാക്ക് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്താണ് ഡിസംബർ 22 വരെ സമയമുണ്ട്. നിങ്ങൾ ആ സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെ കുറേ കാര്യം ഹാവിങ് ട്രബിൾ ഫ്രം ദ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീലോഡ് യുവർ ടെലിഗ്രാം മിനി ആപ്പ്, ക്ലിക്ക് ഓൺ ദ 3 ഡോട്ട് ടോപ്പ് റൈറ്റ് കോർണർ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് നമുക്ക് ഈ ഇഷ്യൂ നിന്ന് മാറാം. യൂസ് വെബ് ബ്രൗസർ ലൈക്ക് ഗൂഗിൾ ക്രോം ഫോർ ബെറ്റർ കമ്പാബിലിറ്റി. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ലിങ്ക് നേരെ ഗൂഗിളിലിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വെയിറ്റ് ആൻഡ് ട്രൈ അഗൈൻ ലേറ്റർ ഇൻ ട്രാഫിക് ഈസ് ഹൈ. അപ്പോൾ നിങ്ങൾക്ക് ആ സമയം ആയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേറൊരു സമയത്ത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ യുവർ ബ്രൗസ് ക്യാച്ചൊക്കെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചിലവർ എന്താണ് ഇൻകോഗ്നിറ്റ ടാബ് മോഡ് ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ നല്ലതാണോ നോക്കുക, അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലിവിടെ അവർ എന്ത് ചെയ്യണം, നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ചെയ്യണം, അതേപോലെ തന്നെ ഡിസ്കോഡ് കണക്ട് ചെയ്യണം, ടെലിഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ ERC വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ ഒന്ന് കൊടുക്കണം. അപ്പോൾ അത് മാത്രമാണ് ഇതിലുള്ളത്. ERC വാലറ്റിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഹായ് സുമിത് സുദേവൻ, താങ്ക്സ് ഫോർ ബീങ് പാർട്ട് ഓഫ് മൂൺബർഗ്. വൺസ് യു ക്ലിക്ക് കണക്ട് യു വിൽ ബി റീഡയറക്റ്റഡ് ടു ദ ഫോം. അപ്പോൾ അതിൻ്റെ ഫോമിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഞാനിത് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് വലുതാവും. നിങ്ങൾ ഇതിൽ കയറിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് നേരെ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പേസ്റ്റ് ചെയ്യുക, കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഒരിക്കൽ കിട്ടും. അതേപോലെ തന്നെ ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾ ആൾറെഡി ഫോണിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കുറേ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ എന്തായാലും അതൊക്കെ മാറും. നമുക്ക് വെയിറ്റ് ചെയ്യാം. മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വേറൊരു കാര്യം കൂടിയാണ് നമ്മുടെ ഈ ലൂട്ട്. കുറേ പേര് ഇപ്പോഴും കയറുന്നുണ്ട്. ഞാൻ അടിക്കടി എൻ്റെ ചാനലിൽ അത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് യൂട്യൂബിനേക്കാളും ഇൻകം കിട്ടാവുന്ന ഒരു ഓപ്ഷനാണ് ഇത്, ഈ ക്യാമ്പയിൻ ആയിട്ടുള്ള ലൂട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളത് കയറി ചെയ്യുന്നുണ്ടോയെന്ന് കുറേ പേര് ചെയ്യുന്നുണ്ട്. ബാക്കി കുറേ പേര് പേടിച്ചിട്ടാണ് എന്താണ് ഏഞ്ചൽ അക്കൗണ്ട്, എന്താണ് ഏഞ്ചൽ വൺ അക്കൗണ്ട്, എന്താണ് ലെമൺ, എന്താണ് ഡിമാൻഡ് അക്കൗണ്ട്, അങ്ങനെ അറിയാത്ത ആൾക്കാർ കുറേ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അറിയാത്ത ആൾക്കാർക്ക് എന്താണ് ഇതൊക്കെ പറഞ്ഞത്, ഇതൊക്കെ സ്റ്റോക്ക് ട്രേഡിംഗ്, സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ജോലി ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഡിമാൻഡ് അക്കൗണ്ട് എടുക്കും, നിങ്ങൾ എന്തായാലും ട്രേഡ് ചെയ്യും, നിങ്ങൾ എന്തായാലും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യും. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പം എടുക്കേണ്ട അക്കൗണ്ട് ഇപ്പം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ആപ്പൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിന് ഒരു ചാർജും പിടിക്കുന്നില്ല, ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇട്ട് തന്നിരിക്കുന്ന ലൂട്ടിലൊക്കെ നിങ്ങൾ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി ആയിട്ട് 1000 എബോ റുപ്പീസ് കിട്ടാനുള്ള ലിങ്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് തരാം. എനിക്കിതിൽ പൈസ കിട്ടിയോന്ന് ചോദിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഗൂഗിൾ പേ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പൈസ, ഇത് നോക്കണ്ട, ഞാൻ ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പൈസ എനിക്കിതിൽ കാണും. ഞാൻ അതെടുത്ത് കാണിച്ചു തരാം. ഈ ക്യാഷ് ഫ്രീ, ബൾക്ക് പേ അങ്ങനെയുള്ള രീതിയിൽ നിന്നാണ് എനിക്ക് കയറുക. ഇതിൽ കയറുന്നത് മൊത്തം ഏഞ്ചൽ വണ്ട് ലൂട്ടാണ്. അപ്പോൾ ഞാനത് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഇത്രത്തോളം പൈസ ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ അല്ല ഞാൻ പറയുന്നത്, എനിക്ക് പൈസ കയറുന്നുണ്ട്, ഇത് ചെയ്ത ആൾക്കാർക്ക് കയറുന്നുണ്ട്. നിങ്ങളുടെ റെഫർ ലിങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കണോ, എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് സെർച്ച് ചെയ്യും, ലൂട്ട് ക്യാമ്പയിൻ സെർച്ച് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ റെഫർ ലിങ്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേറൊരാൾക്ക് അയച്ചു കൊടുത്താലും നിങ്ങൾക്ക് 160 രൂപ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറുന്ന പണിയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഓപ്പൺ അപ്പ് ആക്കിയിട്ടാണ് ഓരോരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടും നമ്മളെല്ലാവരും വന്നിട്ട് ഇടയിൽ വന്നിട്ട് ബ്രോ എന്നൊക്കെ വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമായിട്ടുണ്ടാവും, മൂൺബർഗിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും, അപ്പോൾ പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് തീരുമാനമായിട്ടുണ്ടാവും. അപ്പം മസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് 160 രൂപ, 100 രൂപ, 1700 രൂപ, 80 രൂപ, 40 രൂപ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ പറയുന്ന സ്റ്റെപ്പൊക്കെ നേരെ ചെയ്യുക, എന്നിട്ട് പൈസ ഉണ്ടാക്കിക്കോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സീറ്റ്സ് എത്രത്തോളം ടോക്കൺസ് കിട്ടും, അതേപോലെ തന്നെ മൂൺബർഗിൽ അതെന്താണ് ഇഷ്യൂസ്, അതേപോലെ തന്നെ ലൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഒരു മാസമൊക്കെ ആണെങ്കിൽ ലൂട്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം മസ്റ്റായിട്ട് കയറിക്കോ, നിറയെ പൈസ ഉണ്ടാക്കിക്കോ.
എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഫ്യൂച്ചറിലും സപ്പോർട്ട് ചെയ്യുക. ആ ലൈക്ക് ബട്ടൺ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കുറേ പേർക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലായിട്ട് നമുക്ക് പിറ്റേ ദിവസം കാണാം. ബൈ.